ഈ അർജുൻ ആയങ്കിയെ വളരെ പെട്ടെന്ന് തന്നെ കേരള പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു. വളരെ ആസൂത്രിതമായ നീക്കം, കൃത്യമായ കണക്കൂട്ടോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം അഭിനന്ദിക്കേണ്ടത് ക്രമസമാധാന ചുമതലയുള്ള ADGP ആയ പി വിജയനെയാണ്. അദ്ദേഹം വളരെ സൗമ്യനായ ഒരാളാണ് എങ്കിൽ പോലും അദ്ദേഹം ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പുകാരുടെ അല്ലെങ്കിൽ കൊള്ളക്കാരുടെയൊക്കെ കാര്യത്തിൽ കർക്കശ നിലപാടുകാരൻ തന്നെയാണെന്ന് ഒരിക്കൽ കൂടി ഇതിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. അതായത് 36 ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇതിനകത്ത് ഇടപെട്ടത്. ഈ 36 ഉന്നത ഉദ്യോഗസ്ഥർ ഒരേ സമയം വിവിധ ഇടങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇത് കോർഡിനേറ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അമേരിക്ക എന്തെങ്കിലും ആക്രമണമൊക്കെ നടത്തുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് അവിടെ വന്നിരുന്ന് അവരുടെ ഓപ്പറേഷൻ നടത്തുന്ന സ്ഥലത്തിരിക്കും. അതല്ലെങ്കിൽ ഈ ഇസ്രായേൽ നടത്തുന്ന നെതന്യാഹു അവരുടെ ഓപ്പറേഷൻ സെൻറ്റർ വന്നിരുന്ന് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യും. അതുപോലെയാണ് ശരിക്കും പറഞ്ഞാൽ അതെ പി വിജയൻ അത് ഏകോപിപ്പിച്ചെന്നുള്ളതാണ്. 36 പേര്, 36 ഉന്നത ഉദ്യോഗസ്ഥർ. അതിനൊപ്പം തന്നെ നമുക്കറിയാം കാർത്തിക് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ കഴിവ് നമുക്ക് അറിയാവുന്ന, തിരുവനന്തപുരത്ത് കമ്മീഷണർ ആരായിരുന്നു, കോട്ടയത്ത് SP ആയിരുന്നു. അങ്ങനെ വളരെ മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥനാണ് കാർത്തിക്. അങ്ങനെ കാർത്തിക്കിൻ്റെ നേതൃത്വത്തിലാണ് ഇവരെ പിടിച്ചത്. പിടിക്കാൻ വഴിത്തിരിവായത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഒരു മൊഴിയാണെന്ന് പറയപ്പെടുന്നു. അദ്ദേഹം പറയുന്നു. അതായത് അയാൾ നൽകിയ ഒരു സൂചന വെച്ചിട്ടാണ് ഇവർ പിടിച്ചത്. അപ്പോൾ പിടിക്കാൻ കാരണം ശരിക്കും ഇവർ വലിയ എന്താ പറയുന്നത്, വലിയ ആലോചനയൊക്കെ നടത്തി. ഈ വണ്ടികൾ മാറിക്കയറി, ഫോണിൻ്റെ ഫ്ലൈറ്റ് മോഡാക്കി, സിം പറ്റും, വേറൊരാളുടെ ഫോണിൽ നിന്ന് വൈഫൈ ഇട്ട് ആ വൈഫൈ യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയും മറിഞ്ഞും ഒക്കെയാണ് പോയത്. പക്ഷേ ഇവർ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം പോലും അതുതന്നെയാണ്. എന്താണ്, ഇയാൾക്ക് വേണ്ടി, അർജുൻ ആയങ്കിക്ക് വേണ്ടി ആരെങ്കിലും വെളിയിൽ നിന്ന് അയാളുടെ സോഷ്യൽ മീഡിയ ഓപ്പറേറ്റ് ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നു. ഇയാളെ ഒരിക്കലും ഒരു ഫോൺ ഒന്നും ഉപയോഗിക്കാതെ ഒളിവിൽ പോയിരുന്ന കണ്ടുപിടിക്കാൻ പോലീസ് നല്ല ഏത് പോലീസ്, എത്ര വലിയ പോലീസാണെന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടിയാണ് ഇയാൾ പോയ വഴി. പിന്നെ CCTV ദൃശ്യങ്ങളാണുള്ള ആകെയുള്ള. ഈ CCTV ദൃശ്യങ്ങളും പരിശോധനയൊക്കെ നടക്കുമ്പോഴാണല്ലോ ഇതിനിടയ്ക്ക് കൂടി ഇയാൾ കൊച്ചിയിൽ നിന്ന് കണ്ണൂരിലെത്തുന്നത്. അതെ. ഈ അർജുൻ ആയങ്കിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇയാളെ പാർട്ടി ഗ്രാമങ്ങൾ കൈയൊഴി. അവിടെയാണ് അയാൾക്ക്. അല്ല, അതാണ് ഈ പാർട്ടി ഗ്രാമത്തിൽ ഇയാൾ കയറി പറ്റിയിരുന്നെങ്കിലല്ലോ ആര് വന്നാലും ഇയാളെ പിടിക്കാൻ പറ്റില്ലായിരുന്നു. അതുപോലെ ഈ മുടക്കോഴി മലയിൽ പോകാനെ കൊണ്ടുള്ള ഒരു ശ്രമവും ഉണ്ടായിരുന്നു. ഇയാൾ ഇത്രയും വീരവാദം മുഴക്കിയതും ഇത്രയും വെല്ലുവിളിച്ചതും ഒക്കെ ഇതിനു വേണ്ടിയായിരുന്നു. എന്തിനു വേണ്ടിയാണ്? എന്നെ പാർട്ടി ഗ്രാമത്തിൽ സംരക്ഷിക്കുമെന്ന് കരുതിയത്. പക്ഷേ ഇയാളെ പാർട്ടി ഗ്രാമത്തിൽ ഇയാൾക്ക് സംരക്ഷണം ലഭിച്ചില്ല. അങ്ങനെയാണ് ഈ പറയുന്ന പാർട്ടി ഗ്രാമങ്ങൾ തളിപ്പറമ്പിലും പയ്യന്നൂരൊക്കെ എന്താണ് ചെയ്തതെന്നുള്ളത് പാവപ്പെട്ടവൻ മറന്നോ എന്ന് തോന്നുന്നു. അതാണ് കാര്യം. ഇനി ചെന്ന് അവനെ അടിയോട് തോടിക്കുമായിരിക്കും ആളുടെ അവിടെ നിന്ന്. അതാണ് കാര്യം. കാലം മാറി. പിണറായി തമ്പുരാനല്ല ഇവിടെ ഭരിക്കുന്നതെന്നും ഇനി വൃത്തികേട് കാണിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പാർട്ടി ഗ്രാമങ്ങൾ അങ്ങ് തീരുമാനിച്ചു. അല്ല, ഇതിനിടയ്ക്ക് വേറൊരു രസം ഉണ്ടായി. അത് വലിയ കോമഡിയായിരുന്നു. നമ്മുടെ തിരുവല്ല മല്ലപ്പള്ളിയിൽ ഒരു വീട്ടിൽ ഈ അർജുൻ ആയങ്കിക്ക് വേണ്ടി ഒരു റെയ്ഡ് നടന്നു. ഒരു പാർട്ടി സഖാവിൻ്റെ വീടാണ്. അപ്പോൾ ഇവർ വലിയ ഇരവാദം മുഴക്കി. CPMൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം, അതുപോലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സനൽകുമാർ, ഇവരെല്ലാം ഈ പാവപ്പെട്ട സഖാവിൻ്റെ വീട്ടിൽ പോയി ഇരവാദം മുഴക്കുന്നു. അതായത് എന്ത് കെയർ ഓഫിലാണ് നിങ്ങൾ അവിടെ കയറിയത് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ എങ്ങനെ അവിടെ വീട്ടിൽ പരിശോധന കയറി? നിങ്ങൾക്ക് എന്ത് അധികാരം? നിങ്ങളൊരു സഖാവ്, അതൊരു ഉന്നതിയിലാണ്, അതുകൊണ്ട് ആ ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിൽ കയറി ഭയങ്കര ബഹളം. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, എടാ എൻ്റെ വീട്ടിൽ ഷായസ് കറിയൊക്കെ തിരക്ക് വന്ന് കയറി, എൻ്റെ വീട്ടിൽ കയറി. അതെ, അതായത് അല്ല, നിങ്ങളന്നേരം ഇവിടുത്തെ സ്റ്റാഫാണെന്നുള്ളത്, നമ്മളെ സുഹൃത്താണെന്നുള്ള പേര് നമ്മുടെ വീട്ടിൽ വന്ന് കയറി, സുഹൃത്തിൻ്റെ വീട്ടിൽ വന്ന് കയറിയിട്ട് എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ അവർക്കും അറിയില്ല. അവരിവിടെ വന്ന് തപ്പി. ഇതൊരു അന്ന് ആരും എനിക്ക് വേണ്ടി ഈ പറയുന്ന ആൾക്കാരും കണ്ണീരൊഴുക്കാൻ വന്നില്ല. ഇത് വന്നില്ല ഇന്നലെ. പക്ഷേ ഇത് വലിയ ട്രാജഡിയായി മാറി ഈ സംഭവം. ഇത് വലിയ കാര്യത്തെ CPM പൊക്കി കൊണ്ടുവരുമായിരുന്നു. എന്താണ് ഈ വിഷയം? അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, ഈ വീടിന് ജനലും ഇല്ല, കതകും ഇല്ല. ഈ വീടിന് കട്ടം വരച്ച് കെട്ടി അതിനകത്ത് കിടന്ന ഉറങ്ങുന്നത്. ഈ പിണറായി വിജയൻ 10 വർഷം ഭരിച്ചിട്ട് സ്വന്തം പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗത്തിന് ഒരു വീട് വെച്ച് കൊടുക്കാനുള്ള സംവിധാനം പോലും ഉണ്ടായിട്ടില്ല. അപ്പനും മോളും ഒക്കെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. പിന്നെ രാജു എബ്രഹാം അത് പ്രസംഗിക്കും. രാജു എബ്രഹാം 30 വർഷം നിങ്ങളവിടെ MLA ആയിരുന്ന ആളല്ലേ? നിങ്ങൾക്ക് എങ്ങനെ ഇത് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഇത് തിരിച്ചടിച്ചു, ഈ സാധനം തിരിച്ചടിച്ചു. രാജു എബ്രഹാം നമ്മളെ സുഹൃത്താണ്. പക്ഷെ അദ്ദേഹം ഓടേണ്ട അവസ്ഥയാണ് ഓരോ കാര്യത്തിലും തലവയ്ക്കും. അല്ല, നിങ്ങളല്ലേ പറഞ്ഞു അതിദാരിദ്ര്യം ഇല്ലാത്ത കേരളമാണ്. നിങ്ങളുടെ ഒരു പാർട്ടി സഖാവിന് പോലും സ്വന്തമായിട്ട് കയറി കിടക്കാൻ ഒരു വീടില്ല. ഇന്ന് എന്ത് അതിദാരിദ്ര്യം ഇല്ലായ്മയാണെന്ന് പറഞ്ഞ് ഈ സംഭവമൊക്കെ തിരിച്ചടിച്ചു. ഭയങ്കര രസകരമായി മാറി ഇത്. സോഷ്യൽ മീഡിയ മുഴുവൻ ഈ വാർത്തയും ഇതിന് പിന്നാലെ കമൻറ്റുകളുമായി.
അപ്പോൾ ഈ വലിയ കാര്യത്തെ ഇവരവിടെ വന്ന് രാജ്ഭവനൊക്കെ വന്ന് നിന്ന് ഭയങ്കര ബൈറ്റ് കൊടുപ്പാ. ഈ ഒരു അപകടം ഇവർ തിരിച്ചു ഇത് നമ്മുടെ മുൻ മന്ത്രി അപ്പൂപ്പൻ മറ്റേ ജയിലിൽ കിടക്കുന്ന കാണാൻ പോയ പോലെ തന്നെ അങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ പറഞ്ഞു വന്നതല്ല, പി വിജയൻ്റെ നേതൃത്വത്തിൽ വളരെ സ്മാർട്ടായിട്ട് സംഭവം നടന്നു. അദ്ദേഹം അതിനുശേഷം ഒരു വാചകം പറഞ്ഞു, ഇവരെ പിടിച്ചു കഴിഞ്ഞു, മറ്റേ ഒരുത്തനെ വിടില്ല, ഇനിയും കളിക്കാൻ റെഡിയാക്കി വിടത്തില്ല. ഒരു പോലീസിനെക്കാട്ടിൽ ആരും ഇവിടുത്തെ സ്മാർട്ട് പോലീസാണ്. ഇവന്മാർ VPN ആധുനിക സാങ്കേതികവിദ്യ എല്ലാം ഉപയോഗിച്ചില്ലേ, ഗുണ്ടകളെ ഒതുക്കിയിരിക്കും, യാതൊരു സംശയവും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നേരത്തെ നമ്മൾ പിണറായി വിജയനെയും സതീശനെയും കൂടെ ആയിരുന്നു താരതമ്യം. ഇപ്പോൾ അജിത്തിനെയും വിജയനെയും തമ്മിലാണ് ഇപ്പോൾ താരതമ്യം ചെയ്തു വരുന്നത്. അജിത്ത് എന്തായിരുന്നു, MR അജിത് കുമാർ എന്തായിരുന്നു, P വിജയൻ എന്തായിരുന്നു. അതിനിടയിൽ ചില കൃമികളുണ്ട്, കൃമികൾ വന്നിട്ട് പറയുന്നതെന്നാ, അജിത്ത് വളരെ നല്ല ഉദ്യോഗസ്ഥനായിരുന്നു, വളരെ നല്ല ഉദ്യോഗസ്ഥനായിരുന്നു. P വിജയൻ കള്ളനായിരുന്നു. അതുകൊണ്ടാണ് അന്ന് പിണറായി സർക്കാർ ഇവൻ കള്ളനാണെന്ന് നേരത്തെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഇവനെ അന്ന് സസ്പെൻഡ് ചെയ്തത്. അതിന് ധൈര്യം ഒരാൾക്കേ ഉണ്ടായിരുന്നുള്ളൂ, അത് പിണറായിക്കാണ്. ഒന്നാലോചിച്ചു, എന്താണ് അയാൾ കാണിച്ചത്? അജിത്ത് എന്താണ് കാണിച്ചത്? വിജയൻ എന്താണ് കാണിച്ചത്? വിജയന് എല്ലാ കോടതികളും എല്ലാ അന്വേഷണ സംഘങ്ങളും ക്ലീൻ ചിറ്റ് കൊടുത്ത് വിട്ടു. അതേസമയം MR അജിത്ത് 2 കേസിൽ ഇപ്പോൾ കുഴപ്പത്തിലാണ്. ഒന്ന് പൂരം കലക്കൽ, ഒന്ന് ഈ പറയുന്ന മൊഴി തിരുത്തൽ, ഇനി വേറെ വരുന്നുണ്ട്. അതെല്ലാം കൂടെ ചേർത്തപ്പോൾ കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ അജിത് കുമാർ നിൽക്കുമ്പോൾ P വിജയൻ സത്യസന്ധനായ മനുഷ്യനാണ്. അജിത് കുമാർ ശബരിമലയിൽ മൊത്തം കുളമാക്കിയില്ലേ, ഭക്തന്മാരെ ഓടിച്ചിട്ട് തല്ലാൻ പോലീസ് നിർദ്ദേശം കൊടുത്തു. അവിടെ ട്രാക്ടറിൽ തലയിൽ കൂടെ മറ്റേ ടാർപ്പാളി മൂടി പോയി, സകല തോന്നിയ ദിവസവും കാണിച്ചു. ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് മൊഴി സൈസിനെ സോപ്പിടാൻ ശ്രമിച്ചു, അതും പരാജയപ്പെട്ടു. ഇതൊക്കെ നടക്കുമ്പോൾ P വിജയൻ എന്ന സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ശബരിമലയുടെ ചീഫ് കോർഡിനേറ്ററാണ്. അതുകൊണ്ട് സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുടെ ADGP കൂടിയാണ്. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മാത്രമല്ല, നമുക്കറിയാം MR അജിത് കുമാറിനെ പോലെ അഹങ്കാരിയോ ഇതുപോലെ ഇവർ പാർട്ടിയുടെ ചട്ടുകമോ അല്ല. ഇത് അദ്ദേഹം പിണറായി വിജയൻ്റെ അടുക്കളപ്പുറത്ത് നിന്നായിരുന്നു ഇയാളുടെ ക്രമസമാധാന പാലനം. അപ്പോൾ ആ ഒരു പാലനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപാട് പേരെ അയാൾ ദ്രോഹിച്ചതും ഒരുപാട് പേരെ അയാൾ സംരക്ഷിച്ചതും. എത്രയോ പോലീസ് ഉദ്യോഗസ്ഥരെ അയാൾ ദ്രോഹിച്ചു. പക്ഷേ ഇപ്പോൾ P വിജയൻ വന്നതിന് ശേഷം നമ്മൾ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അവർ വന്ന വിജയൻ സാറിനോട് കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് മനസ്സിലാവും. അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് എന്നാലും ഇദ്ദേഹം പറഞ്ഞത്, ഒരു ഗുണ്ടയെ ഞങ്ങൾ വിളയാടാൻ വിടത്തില്ല. അത് ശരിക്കും അജിത് കുമാർ നമ്മുടെ P വിജയന് കിട്ടിയ വലിയൊരു ക്രെഡിറ്റ് ആണ് ശരിക്കും. നിമിഷ നേരം കൊണ്ട് ഇവനെ ഇത്രയും പോലീസിന് വെല്ലുവിളിച്ചു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇങ്ങനെ പോലീസിനെ വെല്ലുവിളിച്ച ഒരാളുള്ളതായിട്ട് തോന്നുന്നില്ല സോഷ്യൽ മീഡിയയിലൂടെ. അതെ, ഇത് എല്ലാം നഷ്ടപ്പെട്ട ഒരുത്തൻ പിന്നെ ഇനി എന്ത് വന്നാലും ഇത്രയ്ക്ക് വിഷയങ്ങളേ ഉള്ളൂ. അവൻ ആ സമയം കൊണ്ട് ഇരവാദം ഉണ്ടാക്കി അവൻ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറായി അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവൻ്റെ ലക്ഷ്യം. അതിലവൻ വിജയിച്ചു. പക്ഷേ കുറച്ച് നേരത്തേക്ക് മാത്രമേ ആ വിജയം ഉണ്ടായിരുന്നുള്ളൂ. അതെപ്പോഴും അങ്ങനെയാണല്ലോ. ഇവിടെ ആണുങ്ങളിവിടെ ചോദിക്കാനും പറയാനും ഉണ്ടെന്നുള്ള കാര്യം അവന് മനസ്സിലായിട്ടില്ലായിരുന്നു. ഇപ്പോഴും പഴയ പിണറായി യുഗത്തിൽ ആണ് ഇപ്പോൾ അവൻ ജീവിച്ചിരുന്നത്. എൻ്റെ അജിത്തണ്ണ ഉണ്ടെന്ന് സങ്കല്പിച്ചാണ്. ഇതൊന്നും അറിഞ്ഞു കാണില്ല. എനിക്ക് ഇവർ ഭൂരിപക്ഷം പേര് മരുന്നടിപ്പാരും കൂടെ ആയതുകൊണ്ട് ഇതൊന്നും അറിഞ്ഞൊന്നും കാണില്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത്. അവന്റെ ആവശ്യം എന്താണ്? കോതമംഗലം CIക്കെതിരെ അന്വേഷണം നടന്നു. എന്തിന് ഞങ്ങളെ കസ്റ്റഡിയിൽ എടുത്തു, എന്തിന് കസ്റ്റഡി എടുത്തെന്നുള്ളത് ഇവരോട് പറഞ്ഞിട്ടായിരിക്കുമല്ലോ എടുത്തത്. അത്രേ ഉള്ളൂ. ഒരു ഉദ്യോഗസ്ഥൻ ഒരാളെ കസ്റ്റഡി എടുക്കുമ്പോൾ എന്തിനാണ് കസ്റ്റഡി എടുക്കുന്നതെന്ന് അയാളോടും അയാളുടെ അടുത്ത ബന്ധുക്കളോടും പറയാറുണ്ട്. എന്ത് കാര്യത്തിനാണ്? ഇത് ഗുണ്ടകൾ അവിടെ സംസ്ഥാന സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നിടത്ത് പോലീസ് പിന്നെ എന്താ ചെയ്യണ്ടേ? പിന്നെ അവിടെ ചെന്ന് ഇവർക്ക് ചിക്കൻ കാല് പൊരിച്ചു കൊടുക്കണം. എന്താണ് അവിടെ ചെയ്യേണ്ടത്? പോലീസ് എന്താണ്, ഗുണ്ടകളെല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൂടിയാൽ പോലീസ് ചെയ്യുന്നത് പോലീസ് ചെയ്തിട്ടുള്ളൂ. എന്താണോ പോലീസ് ചെയ്യേണ്ടത് അതാണ് അവിടുത്തെ SHO ചെയ്തിരിക്കുന്നത്. അതും ചെയ്തത് പിണറായി വിജയൻ്റെ കാലത്താണ്. പിണറായി വിജയൻ്റെ കാലത്ത് ആയങ്കിയെ പൊക്കാൻ നിർദ്ദേശം വന്നെങ്കിൽ ആ നിർദ്ദേശം ഇട്ടത് P ശശിയാണ്, അല്ലാതെ ആരാണ്? അത്രേ ഉള്ളൂ. ശശിയാരാതൊന്നും സംഭവിക്കില്ല. ശശി അജിത്തും ഒക്കെയാണ് അതിന് പിന്നിൽ കളിച്ചത്. P ജയരാജനായിട്ട് പണിയെടുക്കാൻ വേണ്ടി കൂടെ ചെയ്തത് ആവണം. പക്ഷേ അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഭരണം മാറുന്നു. ഭരണം മാറിക്കഴിയുമ്പോൾ വീണ്ടും പോലീസിനെ വെല്ലുവിളിച്ചിടത്താണ് ആയങ്കിക്ക് പറ്റിയ പിഴവ്. ആയങ്കി വെല്ലുവിളിച്ചത് ജയരാജൻ പറഞ്ഞിട്ടാണോ അതോ കോടിയെ കട്ടിയാണേ? ആയങ്കി വെല്ലുവിളിച്ചത് ജയരാജൻ പറഞ്ഞിട്ടാണോ അതോ ഇവരുടെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ? എന്താണെങ്കിലും ആ ഒരു വെല്ലുവിളിയാണ് ആയങ്കിക്ക് പണിയായത്. ഇനിയും കാപ്പ കൂടെ ചുമത്തപ്പെട്ട് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ കുറച്ച് താമസിക്കും. പിന്നെ ഇവിടെ നമ്മളെ ഈ താരതമ്യം വന്നിരിക്കുന്നത് P വിജയനും നമ്മുടെ MR അജിത് കുമാർ. പിണറായി വിജയൻ്റെ പേര് ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ P വിജയന്.
അത്രയേ ഉള്ളൂ. പക്ഷേ പിണറായി വിജയനെ പോലെ സ്വഭാവമോ കാര്യങ്ങളോ ഒന്നുമുള്ള ആളല്ല. എം.ആർ. അജിത്തിനെ പോലെയുള്ള റൂഡായിട്ടുള്ള ഓഫീസർമാർ അവർ കേരളത്തിൻ്റെ പോലീസിൻ്റെ കുട്ടിച്ചോറാക്കി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈ വിഷയം. വരിയുടച്ച കേരള പോലീസ് ആക്കി മാറ്റിയിരുന്നതിന് തിരികെ കൊണ്ടുവരികയാണ്. തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ്. തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോഴും പോലീസുകാർക്ക് ധൈര്യക്കുറവാണ്. ഇപ്പോഴും അവർക്ക് ഭയമാണ്. ഇവർ ഇന്നലെ പോലും പാർട്ടി ഗ്രാമങ്ങളിൽ കയറാൻ പോലീസിന് ഭയമായിരുന്നു എന്നാണ് ഇന്ന് ഞാൻ എവിടെ ഒരു ന്യൂസ് വായിച്ചത്. അത്ര ഈ കേരള പോലീസിന് ഭയമാണ് പാർട്ടി ഗ്രാമങ്ങളിൽ. പോരായെങ്കിൽ പാർട്ടിക്കാർ ഇവരെ വിരട്ടി പോലും. ഈ അർജുൻ ആയങ്കിയുടെ പുറകെ പോലീസ് പോയതെന്ന് പറഞ്ഞ് പോലീസിനെ വിരട്ടിയെന്ന് കണ്ണൂരിൽ. അല്ല, ഈ നാട്ടിൽ CRP, BSF തുടങ്ങി ഒരുപാട് വേറെ പാരാമിലിറ്ററി ഫോഴ്സസ് ഉണ്ട്. അവരെ കൊണ്ട് വരാന്നുള്ളതേ ഉള്ളൂ. അവര് നമ്മൾ കണ്ടാലാണല്ലോ NIA മറ്റേ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ വീട്ടിൽ സ്റ്റണ്ട് ഗണ്ണും കൊണ്ട് വന്നപ്പോൾ കണ്ടം വഴി ഓടിയതുണ്ട്. എല്ലാവരും വന്ന വഴി ഓടി രക്ഷപ്പെട്ടു. അത് ഈ പാർട്ടി ഗ്രാമത്തില് കയറി പിടിക്കുന്ന ഒരു കാര്യമൊന്നും അല്ല. അതുകൊണ്ട് വേറൊരു കുഴപ്പം കൂടെ സംഭവിച്ചു. മനസമാധാനത്തോടെ ജീവിച്ചിരുന്ന ഗുണ്ടകളാണ്. കാരണം പിണറായി ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലാം ഗുഹയിൽ കയറി, മാളത്തിൽ കയറിയതാണ്. ഇനി എങ്ങനെയുണ്ട് ചെന്നിത്തലയുടെ ആഭ്യന്തര ഭരണം എന്ന് നോക്കിയിട്ട് ഇറങ്ങാൻ വേണ്ടി പമ്മി ഇരുന്ന ഗുണ്ടകളാണ്. ഇപ്പൊ ഈ അർജുൻ ആയെങ്കിൽ കാരണം ഇവനെ എല്ലാം ഉള്ള മാളത്തിൽ നിന്നെല്ലാം പൊക്കി എടുത്ത് ജയിലിലാണ്. പണ്ട് ചമ്പൽ താഴ്വരയിലെ കൊള്ളക്കാരെല്ലാം കൂടെ ജയപ്രകാശ് നാരായണന്റെ മുന്നിൽ വന്ന് ആയുധം വെച്ചൊക്കെയാണ് ഞങ്ങൾ ഇന്നോട്ട് കൊള്ള നടത്തുന്നില്ല എന്ന് പറഞ്ഞതല്ലേ. അവരുടെ കൊള്ള ചെയ്തില്ല കേട്ടോ. അവരവരെ വഴിക്ക് പിന്നെ പോയി അവർ പണിയെടുത്ത് ജീവിച്ചു. ഇവർ പണിയെടുത്ത് ജീവിക്കാൻ അറിയില്ലല്ലോ. എന്ത് പണി അറിയാം? ഈ പണി അല്ലാതെ വേറൊന്നും അറിഞ്ഞൂടാ. അതാണ് എൻ്റെ കാര്യം. എന്തായാലും അർജുൻ ആയെങ്കിലും ആകാശ് ഇല്ലങ്കരിക്കും ഒക്കെ മാല പൊട്ടിക്കാനും സ്വർണം പൊട്ടിക്കാനും ഒക്കെയുള്ള സഹായ സഹകരണങ്ങൾ കേരള സമൂഹത്തിൽ നിർലോഭം കിട്ടുമെന്ന് ഏതാണ്ട് ഉറപ്പുണ്ട്. പക്ഷേ അതിനു മുമ്പ് ചിന്തിച്ചോണം, പിണറായി അല്ല ഭരിക്കുന്നത്, രമേശ് ചെന്നിത്തലയാണ് പോലീസ് മന്ത്രി. അതുകൊണ്ട് അത് ആലോചിച്ച് വേണം ഈ പണിക്കൊക്കെ ഇറങ്ങാൻ.